നമസ്കാരം. ആസ്ട്രോമുനിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനാണ്. ഏതൊരു ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോഴും ആദ്യം ഗണപതിയെ വന്ദിക്കണം എന്നാണ് നമ്മുടെ വിശ്വാസം. സാധാരണയായി നമ്മൾ ഗണപതിയെ ഒരു രൂപത്തിലാണ് കണ്ടുപരിചയിച്ചതെങ്കിലും ഗണപതി ഭഗവാൻ 32 രൂപങ്ങളുണ്ട്. ഓരോ രൂപത്തിനും അതിൻ്റേതായ പ്രത്യേകതകളും പ്രാധാന്യങ്ങളുമുണ്ട്. ഈ രൂപങ്ങൾ ഗണപതിയുടെ വിവിധ ഗുണങ്ങളെയും കഴിവുകളെയും പ്രതിനിധീകരിക്കുന്നു. ഗണപതിയുടെ ഈ 32 രൂപങ്ങളും അവയുടെ പിന്നിലുള്ള രഹസ്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാലഗണപതി. 4 കൈകളുള്ള ഈ രൂപം ശൈശവത്തെയും നിഷ്കളങ്കതയും സൂചിപ്പിക്കുന്നു. മാമ്പഴം, വാഴപ്പഴം, ചക്കപ്പഴം, കരിമ്പ് എന്നിവ കൈകളിലേന്തിയിട്ടുള്ള ഈ രൂപം ഫലഭൂയിഷ്ഠതയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. തരുണഗണപതി. 8 കൈകളുള്ള ഈ രൂപം യുവത്വത്തിന്റെ ഊർജ്ജത്തെയും ഉന്മേഷത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ കൈകളിലും വ്യത്യസ്ത ആയുധങ്ങളും ഫലങ്ങളും പാശം, അങ്കുശം, മോദകം, കദളിപ്പഴം, പനങ്കരിമ്പ്, നെൽക്കതിർ, ചക്കപ്പഴം, ലഡ്ഡു വഹിക്കുന്നു. ഭക്തി ഗണപതി. ശാന്തമായ മുഖഭാവത്തോടെയുള്ള ഈ രൂപം ഭക്തിയെയും സ്നേഹത്തെയും പ്രതിനിധീകരിക്കുന്നു. തേങ്ങ, മാമ്പഴം, മോദകം, പായസം എന്നിവ കൈകളിലേന്തി ഭക്തർക്ക് ആനന്ദം നൽകുന്ന ഭാവത്തിലാണ് ഈ രൂപം. വീരഗണപതി. 16 കൈകളിൽ വിവിധ ആയുധങ്ങൾ, വേതാളം, വേൽ, വില്ല്, അമ്പ്, ചക്രം, ഗദ, മുസലം, ഖഡ്ഗം, പരിച, കൊടി, അങ്കുശം, പാശം, ശംഖ്, മഴു, ത്രിശൂലം, കൂന്തൽ ധരിച്ച് ശത്രുക്കളെ കീഴടക്കുന്ന യോദ്ധാവിന്റെ ഭാവമാണ് ഈ ഗണപതിക്ക്. ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണിത്. ശക്തി ഗണപതി. 4 കൈകളുള്ള ഈ രൂപത്തിൽ ഒരു ദേവിയോടൊപ്പം കാണപ്പെടുന്നു. പാശം, അങ്കുശം, ദന്തം, വരദമുദ്ര എന്നിവ കൈകളിലേന്തി തടസ്സങ്ങളെ നീക്കി അനുഗ്രഹം ചൊരിയുന്ന ശക്തിരൂപമാണിത്. ദ്വിജ ഗണപതി. 2 തലകളോടുകൂടിയ ഈ രൂപം ജ്ഞാനത്തെയും വിദ്യയെയും സൂചിപ്പിക്കുന്നു. ജപമാല, ദണ്ഡം, കൂജ, പുസ്തകം എന്നിവ ധരിച്ച് അറിവും വിവേകവും നൽകുന്ന ഭാവമാണിത്. സിദ്ധി ഗണപതി. വിജയത്തെയും നേട്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ രൂപം ആത്മസന്തോഷത്തോടെ ഇരിക്കുന്നു. മാമ്പഴം, കരിമ്പ്, പൂച്ചെണ്ട്, മഴു, പാശം, മോദകം എന്നിവ കൈകളിലേന്തി സകല സിദ്ധികളും നൽകുന്ന ഭാവമാണിത്. ഉച്ഛിഷ്ട ഗണപതി. 6 കൈകളുള്ള ഈ രൂപം സംഗീതം, കല, സൗന്ദര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. വീണ, നീലോത്പലം, മാതളനാരങ്ങ, നെൽക്കതിർ, ജപമാല, അങ്കുശം എന്നിവ കൈകളിലേന്തി കാണപ്പെടുന്നു. വിഘ്ന ഗണപതി. 8 കൈകളോടുകൂടിയ ഈ രൂപം എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുന്നവനാണ്. ശംഖ്, ചക്രം, വില്ല്, അമ്പ്, പാശം, അങ്കുശം, ദന്തം, താമര എന്നിവ കൈകളിലേന്തി വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നു. ക്ഷിപ്ര ഗണപതി. 4 കൈകളുള്ള ഈ രൂപം ഭക്തരുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ സഫലമാക്കുന്നു. പാശം, അങ്കുശം, കൽപ്പവൃക്ഷം, ദന്തം എന്നിവ കൈകളിലേന്തിയിരിക്കുന്നു. ഹേരംബ ഗണപതി. 5 മുഖങ്ങളോടുകൂടിയ ഈ ഗണപതി സിംഹത്തിന്റെ മുകളിൽ ഇരിക്കുന്നു. അഭയം, വരദമുദ്ര, പാശം, അങ്കുശം, ജപമാല, മോദകം, മഴു, ദന്തം എന്നിവ കൈകളിലേന്തി ഭയം അകറ്റുന്നവനായും സംരക്ഷകനായും നിലകൊള്ളുന്നു. ലക്ഷ്മി ഗണപതി. ഐശ്വര്യത്തിന്റെ ദേവിയായ ലക്ഷ്മിയോടൊപ്പം കാണപ്പെടുന്ന ഈ രൂപം സമൃദ്ധിയെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു. പച്ചനിറമുള്ള ഈ ഗണപതിക്ക് വെള്ള താമര, വാൾ, മഴു, ആനയുടെ കൊമ്പ് എന്നിവയുണ്ട്. മഹാഗണപതി. 10 കൈകളുള്ള ഈ ഗണപതി പൂർണ്ണതയും മഹത്വത്തെയും സൂചിപ്പിക്കുന്നു. നെൽക്കതിർ, ഗദ, മുസലം, പാശം, അങ്കുശം, കരിമ്പ്, ചക്രം, താമര, രത്നകുംഭം എന്നിവ കൈകളിലേന്തിയിരിക്കുന്നു. വിജയഗണപതി. എലിയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന ഈ ഗണപതി വിജയത്തിന്റെ പ്രതീകമാണ്. പാശം, അങ്കുശം, ദന്തം, മാമ്പഴം എന്നിവ കൈകളിലേന്തി തടസ്സങ്ങളെ അതിജീവിച്ച് വിജയം നേടാൻ സഹായിക്കുന്നു. നൃത്തഗണപതി. നൃത്തം ചെയ്യുന്ന രൂപത്തിലുള്ള ഈ ഗണപതി കലകളെയും സർഗാത്മകതയെയും സൂചിപ്പിക്കുന്നു. പാശം, അങ്കുശം, മഴു, ദന്തം എന്നിവ കൈകളിലേന്തി കലാരംഗത്ത് വിജയം നേടുന്നവർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഊർധ്വ ഗണപതി. 6 കൈകളോടുകൂടിയ ഈ രൂപം ഉയർച്ചയും ആത്മീയ വളർച്ചയെയും സൂചിപ്പിക്കുന്നു. താമര, കരിമ്പ്, ധനുസ്, അമ്പ്, ദന്തം, നീലോത്പലം എന്നിവ കൈകളിലേന്തി കാണപ്പെടുന്നു. ഏകക്ഷര ഗണപതി. ഒറ്റ അക്ഷരത്തിന്റെ രൂപത്തിലുള്ള ഈ ഗണപതി 3 കണ്ണുകളോടും ചന്ദ്രക്കലയോടും കൂടി കാണപ്പെടുന്നു. പാശം, അങ്കുശം, ദന്തം എന്നിവ കൈകളിലേന്തി ജ്ഞാനത്തെയും ആത്മീയ വെളിപ്പാടുകളെയും സൂചിപ്പിക്കുന്നു. വരദഗണപതി. അഭയവും വരദാനങ്ങളും നൽകുന്ന ഈ ഗണപതി അനുഗ്രഹങ്ങളെയും ദാനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. പാശം, അങ്കുശം, അമൃതകുംഭം, ദന്തം എന്നിവ കൈകളിലേന്തി ഭക്തർക്ക് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്നു. ത്രയാക്ഷര ഗണപതി. 4 കൈകളുള്ള ഈ രൂപം ജ്ഞാനത്തെയും വിദ്യയെയും സൂചിപ്പിക്കുന്നു. പാശം, അങ്കുശം, മോദകം, ദന്തം എന്നിവ കൈകളിലേന്തി ഓംകാരത്തിന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. ക്ഷിപ്രപ്രസാദ ഗണപതി. വേഗത്തിൽ പ്രസാദിക്കുന്ന ഗണപതിയാണ് ഇത്. 6 കൈകളോടുകൂടിയ ഈ രൂപം ഭക്തരുടെ പ്രാർത്ഥനകൾ വേഗത്തിൽ കേട്ട് അനുഗ്രഹം ചൊരിയുന്നു. പാശം, അങ്കുശം, ദന്തം, ലഡ്ഡു, താമര, കൽപ്പവൃക്ഷം എന്നിവ കൈകളിലേന്തിയിരിക്കുന്നു.
ഹരിദ്ര ഗണപതി. മഞ്ഞ നിറമുള്ള ഈ ഗണപതി 4 കൈകളോട് കൂടിയതാണ്. പാശം, അങ്കുശം, മോദകം, ദന്തം എന്നിവ കൈകളിലേന്തി ഭക്തർക്ക് സന്തോഷവും ഐശ്വര്യവും നൽകുന്നു. ഏകദന്ത ഗണപതി. ഒറ്റക്കൊമ്പുള്ള ഈ ഗണപതിയുടെ കൈകളിൽ മഴു, ലഡ്ഡു, ജപമാല, ദന്തം എന്നിവയുണ്ട്. ബുദ്ധിയെയും വിവേകത്തെയും പ്രതിനിധീകരിക്കുന്നു. സൃഷ്ടി ഗണപതി. സൃഷ്ടിയെയും പുതിയ ആരംഭങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ രൂപം പാശം, അങ്കുശം, മാമ്പഴം, ദന്തം എന്നിവ കൈകളിലേന്തി ക്രിയാത്മകതയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു. ഉദണ്ഡ ഗണപതി. 12 കൈകളുള്ള ഈ രൂപം നിയമത്തെയും നീതിയെയും സൂചിപ്പിക്കുന്നു. പാശം, അങ്കുശം, വാൾ, പരിച, ശംഖ്, ചക്രം, വില്ല്, അമ്പ്, കമലം, കൽപ്പവൃക്ഷം, ദന്തം, അമൃതകുംഭം എന്നിവ കൈകളിലേന്തിയിരിക്കുന്നു. ഗണമോചന ഗണപതി. കടങ്ങളെയും ബാധ്യതകളെയും നീക്കം ചെയ്യുന്ന ഗണപതിയാണ് ഇത്. പാശം, അങ്കുശം, ദന്തം, അമൃതകുംഭം എന്നിവ കൈകളിലേന്തി ഭക്തരെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ദുർഗ ഗണപതി. 4 കൈകളുള്ള ഈ രൂപം ശക്തിയെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു. പാശം, അങ്കുശം, ദന്തം, താമര എന്നിവ കൈകളിലേന്തി ദുർഗാദേവിയെപ്പോലെ സംരക്ഷണം നൽകുന്നു. ദ്വിമുഖ ഗണപതി. 2 മുഖങ്ങളുള്ള ഈ ഗണപതിക്ക് 4 കൈകളുണ്ട്. പാശം, അങ്കുശം, ദന്തം, കൽപ്പവൃക്ഷം എന്നിവ കൈകളിലേന്തി പൂർവജന്മ കർമ്മങ്ങളെയും പുതിയ ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. സിംഹ ഗണപതി. സിംഹത്തിന്റെ തലയോടുകൂടിയ ഈ ഗണപതി ധൈര്യത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. സിംഹമുദ്ര, കൽപ്പവൃക്ഷം, വാൾ, ദന്തം എന്നിവ കൈകളിലേന്തി ശത്രുക്കളെ കീഴടക്കുന്നു. യോഗ ഗണപതി. ധ്യാനനിമഗ്നനായ ഈ ഗണപതി യോഗയെയും ആത്മീയതയെയും സൂചിപ്പിക്കുന്നു. ജപമാല, യോഗദണ്ഡം, പാശം, അങ്കുശം എന്നിവ കൈകളിലേന്തി മനസ്സമാധാനവും ആത്മീയ വളർച്ചയും നൽകുന്നു. സങ്കടഹര ഗണപതി. പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും നീക്കം ചെയ്യുന്ന ഈ ഗണപതിക്ക് 4 കൈകളുണ്ട്. പാശം, അങ്കുശം, ലഡ്ഡു, താമര എന്നിവ കൈകളിലേന്തി ഭക്തർക്ക് ആശ്വാസം നൽകുന്നു. സന്താന ഗണപതി. സന്താന സൗഭാഗ്യത്തിനായി ആരാധിക്കുന്ന ഈ ഗണപതിക്ക് 4 കൈകളുണ്ട്. അമൃതകുംഭം, ദന്തം, പാശം, അങ്കുശം എന്നിവ കൈകളിലേന്തി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് അനുഗ്രഹം ചൊരിയുന്നു. സുവർണ ഗണപതി. സ്വർണ്ണ നിറമുള്ള ഈ ഗണപതിക്ക് 4 കൈകളുണ്ട്. പാശം, അങ്കുശം, ലഡ്ഡു, ദന്തം എന്നിവ കൈകളിലേന്തി സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നു. ഈ 32 രൂപങ്ങൾ ഗണപതിയുടെ വിവിധ ഭാവങ്ങളെയും കഴിവുകളെയും പ്രതിനിധീകരിക്കുന്നു. ഓരോ രൂപത്തിനും അതിൻ്റേതായ പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. ഈ രൂപങ്ങളെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും സിദ്ധികളും നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം.